ഹായ് ഫ്രണ്ട്സ്, റസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് കർക്കിടക കഞ്ഞിയാണ് കേട്ടോ. ഇതിന് മരുന്ന് കഞ്ഞി എന്നും പേരുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായി തന്നെ നമുക്ക് കുറച്ച് ഉലുവ, ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് അളന്ന് എടുത്തിരിക്കുന്നത്. പകുതി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ വെള്ളത്തിലേക്കിട്ട് കുതിരാനായിട്ട് വെക്കാം. ഒരു 2 മണിക്കൂർ, 2.5-3 മണിക്കൂർ വരേക്കെന്നൊക്കെ ഇതിനെ വെക്കാം. പിന്നീട് അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ അരി അളന്നെടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് മട്ട പൊടിയരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായി കഴുകിയെടുക്കാവുന്നതാണ്. ഒരു 2 തവണ കഴുകിയാൽ മതി. കൂടുതലായിട്ട് അതിൻ്റെ പൊടി കളയുന്നത് അത്ര നല്ലതല്ല. ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഗുണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കഴുകണ്ട എന്ന് പറയുന്നത്. 2 തവണ കഴുകുന്നുള്ളെങ്കിൽ നന്നായി ഞെരടി കഴുകുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇതിന് വേണ്ട പച്ചമരുന്നുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് മുയൽ ചെവിയെ, മുയലിൻ്റെ ചെവി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിനങ്ങനെ പറയുന്നത്. എല്ലായിടത്തും തന്നെ ഇത് കാണാറുണ്ട്. ഇത് കിഴാർനെല്ലി. ഇതിൻ്റെ ഇലയുടെ അടിയിൽ നെല്ലിക്ക പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് പിടിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കിഴാർനെല്ലി എന്ന് പറയുന്നത്. കിഴുകാനെല്ലി എന്നും ഇതിനെ പറയാറുണ്ട്. ഇതിൻ്റെ വേരാണ് കേട്ടോ ഇങ്ങനെ എല്ലാത്തിൻ്റെയും വേരുൾപ്പെടെയാണ് നമ്മൾ ഇതിൽ എടുത്ത് ചതച്ചെടുക്കുന്നത്. ഇതിന് കല്ലുരുക്കിയെന്ന് പറയുന്നത്. എല്ലാം പറിക്കുന്ന വീഡിയോ കാണിക്കാത്തത്, നമുക്കിത് പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് പറിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറിക്കുന്ന വീഡിയോ കാണിക്കാത്തത്. ഇതിൻ്റെ പേര് ചെറുള. എല്ലാത്തിൻ്റെയും വേരുണ്ട് കേട്ടോ. അടുത്തത് തൊട്ടാവാടിയ. തൊട്ടാവാടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിന് ലജ്ജാവതി എന്നും പേരുണ്ട്. ഇതിൻ്റെ മുള്ള് കൈ കൊള്ളാതെ എല്ലാവരും ശ്രദ്ധിക്കുക പറിച്ചെടുക്കുമ്പോൾ. ഇതിൻ്റെ പേര് നിലം പരണ്ട. നിലത്തിങ്ങനെ പറ്റിപ്പിടിച്ച് പരന്ന് പിടിക്കുന്നത് കൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം മുക്കുറ്റി. എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുമെന്ന് കരുതുന്നു. ഇതിൻ്റെ പേര് തഴുതാമ. ഇതിൻ്റെ കമ്പിച്ചിരി കട്ടിയാണ്. പറിച്ചെടുക്കുമ്പോൾ കുറച്ച് ബലത്തിൽ വേണം പറിച്ചെടുക്കാൻ. ഇതിൻ്റെ പേരാണ് പൂവാങ്കുറുനെല്ല്. എല്ലാം ഒരുതരം ഔഷധ സസ്യങ്ങൾ തന്നെയാണ്. കണ്ടാൽ ചിലപ്പോൾ കാട്ടുപുല്ലാണെന്നൊക്കെ ഓരോരുത്തർക്ക് കരുതും. ഇത് തുളസി. ഇവയെല്ലാം കൂടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് നന്നായി കഴുകിയെടുക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൽ ഞാൻ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഇതാണ് നമ്മുടെ കുറുന്തോട്ടി. കുറുന്തോട്ടിക്കും വാതവം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇവയെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി നല്ല രീതിക്ക് എടുത്ത ശേഷം മണ്ണൊന്നും ഇല്ലാതെ നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ വലിയതായിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ അരിഞ്ഞൊക്കെ എടുത്ത് ചതച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചതക്കാനായിട്ട് കുഞ്ഞുരലായതുകൊണ്ടാണ് ഇതിനെ അരിഞ്ഞെടുക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ വേരുൾപ്പെടെ വേണം ചതച്ചെടുക്കാൻ. അപ്പം ഞാൻ കുറേയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഉരൽ. കുഞ്ഞുരലായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ഇതിലേക്ക് വെച്ച് നമുക്ക് ഇടിച്ച് ചതച്ചെടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് അരയൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇടിച്ച് എടുത്ത് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതിയോ. ഇങ്ങനെ എല്ലാം തന്നെ ചതച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന ചതച്ചതിന് അരിഞ്ഞ് അത് വടിച്ചെടുത്ത് ആ കല്ലും കൂടി നമുക്ക് കഴുകി ആ വെള്ളം ഊറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകി ക്ലീനാക്കി അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. നമ്മൾ ഇടിച്ചെടുക്കുന്ന ഉരലും കൂടി കുഴവിയൊക്കെ കഴുകി അതിൻ്റെ നീര് പറ്റിയിരിക്കുന്ന എല്ലാം കഴുകിയെടുക്കണം കേട്ടോ. അതിങ്ങനെ കഴുകിയെടുത്ത് ആ വെള്ളം നമ്മളെടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഔഷധ സസ്യങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒഴിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നമുക്ക് ഈ വെള്ളത്തിൽ വേണം നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട്.
ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ല രീതിയിൽ ഞെക്കി പിഴിഞ്ഞ് എടുക്കണം. പിഴിയുന്നത് വെച്ചാൽ നല്ല 2 കൈയും ചേർത്ത് തുണി പിഴിയുന്നത് പോലെ പിഴിയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തൊട്ടാവാടിയുടെ മുള്ള് കയ്യിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ നമുക്കിങ്ങനെ പിഴിഞ്ഞ് ഇതുപോലെ തുണി പിഴിയുന്നത് പോലെ 2 കൈയും ചേർത്ത് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. നല്ല ബലത്തിൽ പിഴിയുമ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ നീര് കിട്ടും. പിഴിഞ്ഞ് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം. എത്രയും നല്ല രീതിക്ക് അതിൻ്റെ നീരെടുക്കാവോ അത്രയും നല്ല രീതിക്ക് തന്നെ ഇതിനെ പിഴിഞ്ഞ് നീരെടുക്കേണ്ടതാണ്. അതിലേക്ക് വെള്ളം ചേർത്ത് പിഴിയാവുന്നതാണ് കേട്ടോ. 2-3 തവണയൊക്കെ ഓരോ ഗ്ലാസ് വെള്ളം വീതം ഇങ്ങനെ ചേർത്ത് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ എല്ലാത്തരം സസ്യങ്ങളൊന്നും ഇല്ല. ഇതിലേക്ക് നമുക്ക് ഇത് കൂടാതെ സീതാർമുടിയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പിഴിഞ്ഞു കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ വെള്ളം. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കലത്തിലെടുക്കുന്നതായിരിക്കും. ഇത് ഒരു 1/2 മുറി തേങ്ങയുണ്ടത്. അതിലേക്ക് നല്ല ജീരകം ചേർത്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ച് എടുക്കണം. ഇപ്പോഴത്തേക്കല്ല, കഞ്ഞിയുടെ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇതിന് നേരത്തെ എടുത്ത് വെച്ച നീര് വെള്ളം ഞാനൊരു കലത്തിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മട്ടാണ് കേട്ടോ അടിയിൽ കാണുന്നത്. അതിന് ഞാൻ എടുത്തിട്ടുമില്ല. കലത്തിലേക്ക് എടുക്കാൻ കാരണം എപ്പോഴും നമ്മൾ കഞ്ഞിയാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ വിറകടുപ്പിൽ വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി, അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വെള്ളത്തിലിട്ട ഉലുവ, ഇതിലേക്ക് ഇതുകൂടാതെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞവരരി. ഇതിന് ആശാളി എന്നാണ് കേട്ടോ ശരിക്കും പറയുന്നത്. വിറകടുപ്പിൽ കഞ്ഞി വയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിതിന് വിറകടുപ്പിൽ തന്നെ വെക്കുന്നത്. അതിലേക്ക് നമ്മളെടുത്ത വെള്ളത്തിലേക്ക് കഴുകി വെച്ചിരുന്ന അരിയിട്ട്, അടുത്തത് നമ്മുടെ ഉലുവയിട്ട്, ഉലുവയുടെ വെള്ളം കളയേണ്ട കേട്ടോ. ആ വെള്ളം നമുക്ക് അതിലേക്ക് എടുക്കാവുന്നതാണ്. ആശാളി ചേർത്തു. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിനൊക്കെ വേകാനായിട്ട് വെച്ച് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കണം കേട്ടോ. കാരണം ആശാളി വെള്ളത്തിലേക്ക് ഇടുമ്പോൾ കട്ട പിടിച്ച കണക്കിരിക്കും. നന്നായി ഇളക്കി വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കറയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം. എന്നാൽ ഇത് തിളച്ച് പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും ചെയ്യാനായിട്ട്. ഇതിൽ കുക്കറിലും ഉരുളിയിലും ഒക്കെ ഗ്യാസിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും എപ്പോഴും വിറകടുപ്പിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാടങ്ങ് കട്ടിയായി പോകാതിരിക്കാനും അടിക്ക് പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഉലുവയും എല്ലാം നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 2 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊക്കെ ഉണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊരു ഇച്ചിരി കൂടെ കട്ടിയാകുന്നതിന് ശേഷം, ഒരുപാട് വെള്ളം വേണ്ട, ഇതിന് കട്ടിക്ക് നിൽക്കുന്ന രീതിയിൽ വേവിച്ചെടുത്ത് ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും നല്ല ജീരകവും കൂടി അരച്ച് വെച്ചിരുന്ന ഈ അരക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തിളപ്പിച്ചറിയ വെള്ളത്തിൽ വേണം അരയ്ക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ഒരു പച്ച ചുവ ഉണ്ടാവും. കാരണം ഇത് ചേർത്തതിന് ശേഷം നമ്മളിത് തിളക്കാൻ വെക്കില്ല. ഇതുടനെ വരുന്ന ഉടനെ ഇറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കഞ്ഞി ഇത് റെഡി ആയിരിക്കുകയാണ്. ഔഷധക്കഞ്ഞി, മരുന്ന് കഞ്ഞി, കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പേരിൽ വിളിക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം കർക്കിടകക്കഞ്ഞി.
ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മാറ്റിയെടുത്ത് കലത്തിലേക്ക് ഇന്ന് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ മരുന്ന് കഞ്ഞി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കർക്കിടകത്തിലാകുമ്പോൾ സ്പെഷ്യലി എല്ലാവർക്കും നല്ലതാണ്. പ്രസവിച്ച സ്ത്രീകൾക്കും വീഴുകയും ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്ത എല്ലാവർക്കും തന്നെ ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.